ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ പൂന്തോട്ടത്തിനെ പറ്റിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂന്തോട്ടം എന്ന് പറയുന്നത്. പക്ഷേ ചേർത്തല ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ മണ്ണ് ഒരു രക്ഷയില്ല, പൂക്കത്തില്ല എത്ര ചെടി നട്ടാലും. ഇന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുന്നു, എൻ്റെ ചെമ്പരത്തി പൂത്തു. കാരണം ഞാനിത് ഒത്തിരി നാളുണ്ട് ഇത് നട്ടിട്ട് പൂക്കാതെ നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ വേറൊരു ചെടി കൊണ്ട് വെച്ചിട്ട് ഏതായാലും ഇത് പൂത്തിട്ടുണ്ട്, മുട്ടും വന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. അപ്പം ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് പൊടിമണ്ണാണ്. അതിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ വളരാൻ ഭയങ്കര പാടാണ്, വളമിട്ടാലും. പക്ഷെ പൂഴി നിറച്ച മണ്ണിലാണ് ഞാനിപ്പോൾ നട്ടേക്കുന്നത്. എന്നാലും ഭയങ്കര പാടാണ് നടാൻ. പത്തനംതിട്ടയിലാണ് എൻ്റെ വീട്. അവിടെ പക്ഷേ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ കൊത്തി വരും. അവിടുത്തെ പോലൊന്നും പൂക്കൾ ഇവിടെ അങ്ങനെ പൂക്കാറില്ല. എന്നാലും കുറച്ചൊക്കെ പൂത്ത് നമുക്ക് സന്തോഷിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഏതായാലും അത് ചെറുതായിട്ടൊന്ന് പൂത്തു. പിന്നെ പോയിട്ട് ഇത് റോസ് ചെടിയാണ്. ഈ ചെടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായെന്നറിയാം, ഒരു 3-4 മാസമായി. പക്ഷേ ഇതും ഇങ്ങനെ നിൽക്കുക പൂക്കാതെ. ഇനി എന്താണ് വളമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇനി ഇവിടെ നിന്നെങ്കിലും വളം വല്ലതും മേടിച്ച് നടണം. അത് ചോട്ടിലിട്ടിട്ട് അതും ഇനിയും പൂത്തൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത്. ഗാർഡൻ എന്ന് പറയുന്നത് അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും കുറച്ചൊക്കെ ഉള്ളത് ഇങ്ങനെ പൂക്കാതെ നിൽക്കുന്ന ചെടി മാത്രമായിട്ട് നിൽക്കുന്ന കാണാം. പിന്നെ ഇത് തെറ്റി എന്ന് പറയും ഞങ്ങൾ. പക്ഷേ ഇതും പൂക്കാതെ ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതും ഒന്ന് പൂത്ത് കാണാൻ വളരെ ആഗ്രഹമാണ്. ഇപ്പോഴും ഞാൻ ചെന്ന് ചോദിക്കും, ഒന്ന് പൂക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല. പിന്നെയും വളം വല്ലതും മേടിച്ചിടണം. ഇതാണ് മറ്റേ ചെടി. അങ്ങനെ ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത്. ആനക്കുട്ടനുണ്ട്, ആനക്കുട്ടനെയാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ, താങ്ക് യു.